ഹലോ ഫ്രണ്ട്സ്, സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഹരി അരുന്ധതിയുടെ വീട്ടിലെത്തുന്നു. ഹരി ആരാണെന്നറിയുമ്പോൾ തന്നെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട് അരുന്ധതിക്ക്. മാത്രമല്ല, മുകളിലെ മുറിയിൽ കിടന്ന് ഉറങ്ങാണ് ഋഷിയെങ്ങാനും താഴേക്ക് ഇറങ്ങി വരുമോ എന്നുള്ളൊരു പേടിയും അരുന്ധതിയെ അലട്ടുന്നു. തുടർന്ന് ഋഷിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം ഹരി ചോദിച്ചറിയുന്നുണ്ട്. ഋഷിയെ കാണാതായിട്ടുള്ള ആദ്യ ദിവസങ്ങളിൽ അരുന്ധതി അതിനു പുറകെ പോയിരുന്നു എന്നും പിന്നീട് ആ ഒരു താല്പര്യം എന്തുകൊണ്ട് അരുന്ധതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല, അരുന്ധതിയുടെ സ്വാധീനം വെച്ച് എന്തുകൊണ്ടാണ് ഉന്നത തലങ്ങളിൽ പെറ്റീഷൻ കൊടുക്കാതിരുന്നത് എന്നെല്ലാം ഹരി ചോദിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ അന്വേഷണം നടക്കല്ലേ, അത് മതി എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അരുന്ധതി. ഇതിനിടയിൽ മുകളിലേക്ക് പോയിട്ട് ഋഷി ഉറങ്ങുകയാണോ എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് വരുന്നുണ്ട് അരുന്ധതി. തുടർന്ന് PM-ന് വേണമെങ്കിൽ ഒരു മെയിൽ അയക്കാനായിട്ട് ഞാൻ സഹായിക്കാമെന്നും ഋഷിയെ കാണാതായിട്ട് അരുന്ധതിക്ക് വലിയ വിഷമത്തിലാണെന്നാണ് പ്രഭ പറഞ്ഞത്. പക്ഷേ പ്രഭ പറഞ്ഞ അത്ര വിഷമമൊന്നും അരുന്ധതിയിൽ കാണാനില്ലല്ലോ എന്നെല്ലാം ഹരി തുറന്നു ചോദിക്കുമ്പോൾ അത് കേട്ട് വീണ്ടും വല്ലാതാവുന്നുണ്ട് കേട്ടോ അരുന്ധതി. മാത്രമല്ല, അന്വേഷണത്തിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും അരുന്ധതിയുടെ മുഖത്ത് വലിയ സന്തോഷം കാണാനില്ലല്ലോ എന്നെല്ലാം ഹരി തുറന്നു ചോദിക്കുമ്പോൾ ഒരാളുടെ ടെൻഷനും വിഷമവും മറ്റുള്ളവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അരുന്ധതി മറുപടി കൊടുക്കുന്നത്. ഏതായാലും അന്വേഷണത്തിൽ കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്ത് ഹരി പോകുന്നു. അത് അരുന്ധതിയെ കൂടുതൽ ടെൻഷനിലാക്കുന്നുണ്ട്. കാരണം ഹരി ഒരു ജഡ്ജാണ്. മകനെ കാണാനില്ല എന്നുള്ള ഒരു പരാതി ഉന്നത തലങ്ങളിലെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ കേസ് അന്വേഷണത്തിനായിട്ട് ഒരു ടീം തന്നെ വരാൻ സാധ്യതയുണ്ട്. അത് കുരുക്കാകും. ഋഷി എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഒളിവ് ജീവിതം നയിക്കുകയാണ് എന്നുള്ളൊരു കാര്യം, ഋഷിയുടെ ഒരു ചതി എല്ലാവരും തിരിച്ചറിയും എന്നൊക്കെ ആലോചിച്ച് വല്ലാതെ തന്നെ ടെൻഷനിലാവുന്നുണ്ട് കേട്ടോ അരുന്ധതി. പിന്നീട് ജഡ്ജ് ഹരി അരുന്ധതിയെ കാണാനായിട്ട് എത്തിയിരുന്നു എന്നറിഞ്ഞ് ഇസബെല്ലയാണെങ്കിൽ വാലിന് തീ പിടിച്ചൊരവസ്ഥയിലാവുന്നുണ്ട്. നമ്മളറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നും ഇല്ലെങ്കിൽ പിന്നെ ജഡ്ജ് എന്തിനാ അരുന്ധതിയെ കാണാൻ പോകില്ല എന്നും അതുമാത്രമല്ല ഋഷിയെ കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സത്യം അയാൾ കണ്ടെത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് പാപ്പ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്ന് നന്ദനും ദേവികയെല്ലാം അറിയും. അതോടുകൂടി നന്ദനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇസബെല്ല ഭയപ്പെടുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഋഷി തന്നെയല്ലേ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരവും അവൻ തന്നെ കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ലയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ഐസക്ക്. അങ്ങനെ ഹരി വീണ്ടും ചന്ദ്രത്ത് എത്തുന്നു. അപ്പോൾ ഇതേ സമയം ദേവികയും സിദ്ധാർത്ഥും പ്രഭാവതിയും നന്ദനയെല്ലാം ഹരി പോയിട്ട് വിവരം എന്തായി, അരുന്ധതി എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നെല്ലാം അറിയാനായിട്ട് ഇങ്ങനെ ടെൻഷനോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അരുന്ധതിയുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഇത്രയും കാലത്തെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, പലതരത്തിലുള്ള കുറ്റവാളികളുമായിട്ട് എനിക്ക് നേരിട്ട് അല്ലാതെയും ഒക്കെ ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. കോടതിയിൽ വിധി പറയുന്ന ഒരു ജഡ്ജിയല്ലേ ഞാൻ. ഒരാളെന്തെങ്കിലും ഒളിപ്പിക്കാനോ ഒക്കെ മറച്ചു പിടിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരിയും. തുടർന്ന് പ്രഭ പറഞ്ഞതുപോലെ ഒരു വിഷമമൊന്നും എനിക്ക് അരുന്ധതിയിൽ കാണാൻ കഴിയുന്നില്ല എന്നും ഋഷിയെ കണ്ടുപിടിക്കാനുള്ള സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഹരിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ നന്ദൻ ഋഷിയെ കൊന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തൽക്കാലം ആരെയും അറിയിക്കുന്നില്ല. സ്വന്തം മകനെ കാണാനില്ല എന്ന് കാണിച്ച് ഇതുവരെ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈം മിനിസ്റ്റർക്ക് അരുന്ധതിയെ കൊണ്ട് ഒരു മെയിൽ അയപ്പിക്കണം. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ വരട്ടെ. നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിന് മുന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദൻ പോലീസിന് മുന്നിൽ കുറ്റമേറ്റു പറഞ്ഞ് കീഴടങ്ങണ്ട എന്നുള്ളൊരു അന്തിമ തീരുമാനം തന്നെയാണ് കേട്ടോ ഹരി പറയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്